ഹായ് എവ്രിവൺ, ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ലേണേഴ്സ് ലൈസൻസ് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതിപ്പം നമുക്ക് ലേണേഴ്സ് ലൈസൻസ് അപ്ലൈ ചെയ്യാൻ നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു ലേണേഴ്സ് എടുക്കുക. കാരണം ഒരു ലേണേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു ലേണേഴ്സ് ലൈസൻസ് എടുത്തിട്ട് നമ്മുടെ കൂടെ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾ വേണം പഠിക്കുമ്പോൾ. അതുപോലെ വണ്ടിയിൽ എൽ ബോർഡ് വേണം എന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം ലേണേഴ്സ് അപ്ലൈ ചെയ്ത് നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ ത്രൂ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഓൺലൈൻ ത്രൂ ഈ ലേണേഴ്സ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നത്? ഇപ്പൊ കറന്റ്ലി വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നതിനപ്പുറം ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വെരിഫിക്കേഷൻസ് ഉണ്ട്. ആ വെരിഫിക്കേഷൻസ് ത്രൂ ആയി പോയാൽ നമ്മൾ ഫൈനലി ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു സ്ലോട്ട് ബുക്കിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സ്ലോട്ട് ബുക്ക് ചെയ്യുന്നത് എന്നാണോ അന്ന് ആയിരിക്കും ചിലപ്പോൾ ആർ ടി ഒ ഓഫീസിൽ നിന്ന് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് സെയിം ഡേ. അതായത് നമ്മളിപ്പോൾ സപ്പോസ് നാളെയാണ് നമ്മുടെ ടെസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 വീക്സിന് മുന്നേ നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് വെച്ചാൽ നാളെയാണ് നമ്മുടെ ഡേറ്റിംഗ്. നാളെ വൈകുന്നേരം 6 മണിക്കുള്ളിൽ പാസ്വേഡ് വരും. അതായത് നമുക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോഗിൻ പാസ്വേഡ്. ലോഗിൻ എപ്പോഴും നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ആയിരിക്കും. പാസ്വേഡ് നമ്മുടെ ക്രെഡൻഷ്യൽസ് നമുക്ക് SMS ത്രൂ അയച്ചു തരും. അപ്പം ഈ വൈകുന്നേരം 6 മണിക്ക് ഉള്ളിൽ ഈ പാസ്വേഡ് വരും. വൈകുന്നേരം 8 മണി ടു 10 മണി വരെയാണ് നോർമലി ഒരു സ്ലോട്ട്സ്. ഇപ്പൊ ഞാൻ കാണുന്ന ഒരു നിയറസ്റ്റ് RTOയിലൊക്കെ കാണുന്ന വൈകുന്നേരം 8 to 10 ആണ് സ്ലോട്ട്സ് കണ്ടിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ 2ഉം 3ഉം സ്ലോട്ട്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എറണാകുളത്ത് 2 സ്ലോട്ടൊക്കെ കാണുന്നുണ്ട്, എറണാകുളം RTOയിൽ. അപ്പം ഇപ്പോൾ ഈ സ്ലോട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 8 to 10 എന്നുള്ള ടൈമിൽ ഒരു 6 മണിക്ക് മുന്നേ പാസ്വേഡ് വരും. അപ്പൊ ഈ നമ്മൾ ഡെയിലി സെയിം ഡേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡോക്യുമെന്റിൽ എന്തെങ്കിലും കറക്ഷൻസോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ക്ലാരിറ്റിയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ 4 മണിക്ക് മുന്നേ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇൻ കേസ് അത് പെൻഡിങ് ആണെങ്കിൽ പിന്നീടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ആ വെരിഫിക്കേഷൻ അന്ന് കംപ്ലീറ്റ് ആവില്ല, നമ്മുടെ ടെസ്റ്റ് പാസ്വേഡും ഒന്നും വരില്ല. അപ്പൊ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻ കേസ് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തു, റെക്കോർഡിംഗ് ടെസ്റ്റ് റിസൾട്ട്സ് എന്നുള്ളൊരു സ്റ്റേജിലാണ് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ സ്റ്റിൽ നമുക്ക് പാസ്വേഡ് വന്നില്ലെങ്കിൽ നമുക്ക് നേരെ കയറിയിട്ട് നമുക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് അവിടെ നമ്മൾ മോക്ക് ടെസ്റ്റിന് മുകളിൽ തന്നെ നമുക്ക് ലേണേഴ്സ് ലൈസൻസിന്റെ ഓൺലൈൻ ടെസ്റ്റ് സ്റ്റോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഇതൊരു ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്തിട്ട് റീസെന്റ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പാസ്വേഡ് വരും. ഇൻ കേസ് പാസ്വേഡ് വന്നിട്ടില്ലെങ്കിൽ മാത്രം. അല്ലാതെ നമ്മുടെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും പെൻഡിങ് സ്റ്റാറ്റസിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ഓപ്ഷനിൽ കൂടെ പാസ്വേഡ് കിട്ടില്ല. പിന്നെ കുറച്ച് പേർക്കെങ്കിലും SMS ത്രൂ എല്ലാം വരാതെയുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഇത് യൂസ് വരിക. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ അയക്കുമ്പോൾ ബൾക്കായിട്ട് അയക്കുമ്പോൾ ചില ആൾക്കാർക്ക് പാസ്വേഡ് വന്നില്ല എന്ന് വരും. പക്ഷെ നിങ്ങൾ കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കാതെ വൈകുന്നേരം എല്ലാ സ്റ്റേജസും കംപ്ലീറ്റ് ആണെങ്കിൽ റീസെന്റ് പാസ്വേഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ഒരു ഓപ്ഷൻ. അപ്പം ഈ ലേണേഴ്സ് ലൈസൻസ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ sarathi.parivahan.gov.in എന്നുള്ള ഈ വെബ്സൈറ്റിൽ വന്നിട്ട് മുകളില് മെനൂസിലും ലേണേഴ്സ് ലൈസൻസിന്റെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. താഴെ അപ്ലൈ ഫോർ ലേണേഴ്സ് ലൈസൻസ് എന്നുള്ള അതുപോലെ അപ്ലൈ ഫോർ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു സ്ലോട്ട് ബുക്കിംഗ് ചെയ്യണം. അതായത് ഒരു ഇന്ന ദിവസം നമുക്ക് ലേണേഴ്സ് ലൈസൻസ് എടുക്കണം. അപ്പൊ നമ്മൾ ഇന്നാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ആ സ്ലോട്ടിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മുടെ നിയറസ്റ്റ് RTOയിലെ സ്ലോട്ട് അവൈലബിലിറ്റി അനുസരിച്ച് ചിലപ്പോൾ 2 വീക്സോ അല്ലെങ്കിൽ ചിലപ്പോൾ 1 മന്തോ പോവാം. ചില RTOസിൽ സ്ലോട്ട്സ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ചിലപ്പോൾ 2 ദിവസം, ഒരു ദിവസം നാളേക്കോ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കോ ഒക്കെ സ്ലോട്ട് അവൈലബിൾ ആയി വരാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ നോക്കി നമ്മൾ ആദ്യം സ്ലോട്ട് അവൈലബിലിറ്റി ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ സ്ലോട്ട് ബുക്കിംഗ് എൻക്വയറി ഫോർ ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് സ്ലോട്ട് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ RTO ഏതാണ് RTO,
RTO സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒറ്റപ്പാലം ആണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്പർ ഓഫ് സ്ലോട്ട്സ് 1 ആണ്, കോട്ട ഡിഫൈൻഡ് 90 ആണ്. 90 സ്ലോട്ട്സ് വരെ ഒരു സ്ലോട്ട് ആണുള്ളത്, അതിൽ 90 സീറ്റ്സ് വരെ അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയും പേർക്ക് മാക്സിമം ആ ദിവസം അവൈലബിൾ ആണ്. ഇപ്പൊ ഇത് റെഡ് കാണിച്ചിട്ടുള്ള സ്ഥലങ്ങളെല്ലാം നോ സ്ലോട്ട്സ് അവൈലബിൾ ആണ്. ബാക്കിയുള്ളത് ഹോളിഡേയ്സ് ഉണ്ട്, പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് ആയിട്ട് കാണിക്കും. അപ്പം ടൈമിങ്സ് എല്ലാം ഈ ഒറ്റപ്പാലത്ത് നോക്കുമ്പോൾ എല്ലാം ടൈമിങ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് 8 to 10 ആണ്. അതായത് രാത്രി 8 മണി തൊട്ട് 10 മണി വരെയുള്ള ടൈമിങ്സിലാണ്. അപ്പൊ 6 മണിക്കുള്ളിൽ എന്തായാലും പാസ്വേഡ് വരും. അപ്പൊ നമ്മൾ സ്ലോട്ട് അവൈലബിലിറ്റി നോക്കി. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒറ്റപ്പാലം നോക്കുമ്പോൾ 20th April ട്യൂസ്ഡേ 66 ഇനിയും അവൈലബിൾ ആണ്, സ്ലോട്ട്സ് അവൈലബിൾ ആണ്. തേഴ്സ്ഡേ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നോക്കുമ്പോൾ 90 അങ്ങനെയുള്ള സ്ലോട്ട്സ് ഒക്കെ സ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഈ ഒറ്റപ്പാലത്തെ കേസിൽ ഇപ്പൊ 8ാം തീയതി മുതൽ 19ാം തീയതി വരെ ഫുൾ ബുക്ക്ഡ് ആണ്, പിന്നെ ഹോളിഡേയ്സും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ KL07 നമ്മൾ നോക്കുകയാണെങ്കിൽ, RTO എറണാകുളം നോക്കുകയാണെങ്കിൽ ഇവിടെ 2 സ്ലോട്ടാണ് പെർ ഡേ ഉള്ളത്. അവിടെ ഡിഫൈൻഡ് ആയിട്ടുള്ള കോട്ടയില് ഒരു സ്ലോട്ടിൽ 60 വെച്ചിട്ട് 120 പേർക്ക് ഒരു ദിവസം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിയറസ്റ്റ് ഡേ എന്ന് പറയുന്നത്, അതായത് നാളെ തന്നെ ഒരു 10 കാൻഡിഡേറ്റ്സിന് ഫസ്റ്റ് സ്ലോട്ടിലും 43 കാൻഡിഡേറ്റ്സിന് സെക്കൻഡ് സ്ലോട്ടിലും അവൈലബിൾ, ഇപ്പോഴും അവൈലബിൾ ആണ് കാൻഡിഡേറ്റ്സിന്. അപ്പം അങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ ഈ സ്ലോട്ട്സ് അവൈലബിലിറ്റി നോക്കിയപ്പോൾ 20th ഏപ്രിൽ അവൈലബിൾ ആണ്. അതിനനുസരിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ നമുക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ സാരഥി.ന്റെ ഹോം പേജിൽ പോയിട്ട് ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ഫോർ ലേണേഴ്സ് ലൈസൻസ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഫിൽ ചെയ്യേണ്ട. ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, ഫോട്ടോ, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, ഡോക്യുമെന്റ്സ്, ഏജ് പ്രൂഫ്, അതായത് SSLC സർട്ടിഫിക്കറ്റോ വോട്ടേഴ്സ് ID കാർഡോ അങ്ങനെ എന്ത് ഡീറ്റെയിൽസും കൊടുക്കാവുന്നതാണ്. പ്രൂഫ്, കറന്റ് അഡ്രസ് പ്രൂഫ്, പെർമനന്റ് അഡ്രസ് പ്രൂഫ്. കറന്റും പെർമനന്റും സെയിം ആണെങ്കിൽ നമ്മൾ എപ്പോഴും അവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും. നമ്മുടെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ചോദിക്കും, ഒരു പോപ്പപ്പ് ചോദിക്കും, ഈ സെയിം പ്രൂഫ് തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അപ്ലോഡ് ചെയ്യണമെന്ന്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം നമ്മളിപ്പോ ഏജ് പ്രൂഫിന് SSLC സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലായിടത്തും അത് റിഫ്ലക്ട് ആവും. ഞാൻ പൊതുവെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് അത് മാറ്റാൻ പറ്റാത്ത ഒരു ഇഷ്യൂ ചില സമയങ്ങൾ കാണുന്നുണ്ട്. അത് എപ്പോഴും ഉണ്ടോന്ന് എനിക്ക് ഒരു കൺഫേംഡ് അല്ല, പക്ഷെ അങ്ങനെ ഒരു ഇഷ്യൂ കണ്ടിട്ടുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ഒരു സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ്സ് ആണെങ്കിൽ അത് സെപ്പറേറ്റ്ലി തന്നെ ചെയ്ത് ക്യാൻസൽ അടിച്ചിട്ടോ അങ്ങനെ സെപ്പറേറ്റ്ലി ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വോട്ടേഴ്സ് ID കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഏജ് പ്രൂഫും ഏജിനും പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫും പിന്നെ നമ്മുടെ അഡ്രസ് പ്രൂഫും കറന്റ് അഡ്രസ്സിന്റെ പ്രൂഫും, ഈവൻ ഈ സപ്പോസ് കറന്റും അത് പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സെപ്പറേറ്റ് അഡ്രസ് പ്രൂഫ് കൊടുത്ത്, പിന്നെ സർട്ടിഫിക്കറ്റ് ഈസ് മാൻഡേറ്ററി ആണ്. പിന്നെ നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. പക്ഷെ സെയിം ടെസ്റ്റ് ഡേറ്റിന്റെ സെയിം ഡേ വൈകുന്നേരം വരെ 6 മണി വരെ നമ്മൾ ഇത് ചെക്ക് ചെയ്യാതിരിക്കരുത്. ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യുക 4-ന് മുന്നേ. ഇൻ കേസ് ഡോക്യുമെന്റ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 മണിക്ക് മുന്നേ ചെക്ക് ചെയ്തിട്ട്, ഇൻ കേസ് നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ പെൻഡിങ് ആണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് RTO ഓഫീസിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ നിയറസ്റ്റ് RTO, അതായത് നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ RTO ഓഫീസിൽ വിളിച്ച് ഒന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതായിരിക്കും. 6 മണിക്ക് ശേഷം വന്നിട്ടില്ലെങ്കിൽ, രാത്രി 8 മണി തൊട്ട് 10 മണി വരെയുള്ള സ്ലോട്ട് ആണെങ്കിൽ 6 മണിക്ക് ശേഷം വന്നിട്ടില്ലെങ്കിൽ പിന്നെ ചാൻസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനുള്ളിൽ വരേണ്ടതാണ്. അപ്പം എപ്പോഴും അങ്ങനെ ചെക്ക് ചെയ്യുക. ഇൻ കേസ് വന്നിട്ടില്ലെങ്കിൽ റീസെന്റ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ ഡോക്യുമെന്റേഷനും കഴിഞ്ഞ് എല്ലാ വെരിഫിക്കേഷനും കഴിഞ്ഞ് റെക്കോർഡിംഗ് ടെസ്റ്റ് റിസൾട്ട്സ് എന്നുള്ള സ്റ്റേജിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ അടിച്ചിട്ട് കറന്റ് സ്റ്റേറ്റസ് നിങ്ങൾക്ക് എപ്പോഴും ചെക്ക് ചെയ്യാവുന്നതാണ്. ആ ഒരു സ്റ്റേറ്റസിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും റീസെന്റ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കറന്റ് പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് വെച്ച് നിങ്ങൾക്ക് ടെസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ലേണേഴ്സ് ലൈസൻസിന്റെ ടെസ്റ്റ് വളരെ ഈസിയാണ്. നിങ്ങൾക്കൊരു 1 hour ഒന്ന് ജസ്റ്റ് സയൻസും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. അധികം ടൈമൊന്നും പ്രിപ്പറേഷന് വേണ്ടി വരില്ല. അപ്പോൾ എല്ലാവർക്കും ലേണേഴ്സ് ലൈസൻസ് അപ്ലൈ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ല വേറൊരു ഇൻഫർമേഷനുമായിട്ട് പിന്നീട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു, ബൈ.